മഴക്കാലം വരുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് കേട്ടോ മോട്ടർ കേടുവരൽ. പക്ഷെ മഴക്കാലം വരുന്ന മുന്നേ തന്നെ ഞങ്ങളുടെ മോട്ടർ കേടുവന്നു കേട്ടോ. അപ്പോൾ മോട്ടറിൽ വെള്ളം നിറഞ്ഞിട്ട് കേടുവന്ന മോട്ടർ എങ്ങനെ നേരാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് വേറെ ഒരു പണിയില്ല, ഇത് നമ്മുടെ വീട്ടിലത്തെ പെണ്ണുങ്ങൾക്ക് തന്നെ ചെയ്യാം കേട്ടോ. അതിന് നമുക്ക് ഒരുപാട് ടൂൾസ് ഒന്നും വേണ്ട കേട്ടോ. ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു ടെസ്റ്ററും ഒരു കട്ടിംഗ് പ്ലെയറും മാത്രം മതി കേട്ടോ. ആദ്യം നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ആ കവർ ചെയ്ത ഭാഗം നമ്മൾ എല്ലാ സ്ക്രൂ അയച്ച് തുറന്ന് ഇതേപോലെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി കറക്റ്റ് ആ സ്ക്രൂ ഒക്കെ ഏതിൻ്റേതാണെന്നുള്ള ഓർമ്മയും കൂടി വേണം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ഫാന് പോലെ കറങ്ങുന്ന ഒരു സംഭവം ഉണ്ടാവും കേട്ടോ. അതും അതേപോലെ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലേക്ക് വരും കേട്ടോ. അങ്ങനെ അതേപോലെ അതിസാഹസികമായി നമ്മളത് എടുത്തിട്ടുണ്ട്. വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സ്ക്രൂ ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് വെക്കാൻ അറിയണം. അത് ഏതിൻ്റെയാണെന്ന് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് കട്ടിംഗ് പ്ലെയറിൻ്റെ ആവശ്യം. അതേപോലെ തന്നെ അവിടെ ആ ബോഡി പാർട്ടിലുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ആ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒരേപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് ഏതിൻ്റെ സ്ക്രൂ ആണെന്ന് കറക്റ്റായി മാറ്റി വെക്കുക. ഈ കാണുന്ന ഭാഗം എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അന്ന് സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ചെടുക്കുക. അതേപോലെ കമ്പിയും അതേപോലെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് സ്ക്രൂ മൊത്തം അഴിച്ചെടുത്തത് വരുന്നുണ്ടായിരുന്നില്ല. നല്ല 4-5 അടി വെച്ച് കൊടുത്തപ്പോൾ താനെ കുറച്ചിങ്ങനെ പേർന്ന് വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളത് കൈയോടെ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ സംഭവം. ഇനി ഇത് നല്ല പോലെ വെയിലത്ത് വെച്ച് ഉണക്കണം കേട്ടോ. നമ്മുടെ പാലക്കാടത്ത് ചൂടായതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നന്നായി ഉണങ്ങി കിട്ടിയിട്ടോ. ഇനി നമുക്കത് പഴയ പോലെ റീസെറ്റ് ചെയ്യണം കേട്ടോ. റീസെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് മോട്ടർ ഇട്ട് നോക്കിട്ടോ. ചതിച്ച പാല വെള്ളം വരുന്നില്ല കേട്ടോ. പണി പാളിയോന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ മനോധൈര്യം ഞാൻ കൈവിട്ടില്ല കേട്ടോ. അങ്ങനെ ഒന്നും കൂടി പൈപ്പിൽ വെള്ളം നിറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനത്തെ പടച്ചനെ മനസ്സിൽ വെച്ച് രണ്ടാമത്തോട്ട് ഇട്ടു കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വെള്ളം വന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരും കയറി കാണാൻ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട്